ജീവിതത്തിൽ ഒരു മനുഷ്യന് വരുന്ന ഏറ്റവും വലിയ റിഗ്രറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള റിഗ്രറ്റാണ്. ഇത് പോകെ പോകെ ഓരോ ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് ഈ ആഴ്ച ഞാനൊന്നും ചെയ്തില്ല, ഈ മാസം ഞാനൊന്നും ചെയ്തില്ല, ഈ വർഷം തന്നെ എന്ത് ചെയ്തു, ഒന്നുമല്ലാതെ കടന്നുപോയി. 2025 എന്ന് പറയുന്ന ഈ ഒരു ഇയർ ഇവിടെ എൻഡ് ആവാൻ പോവാണ്. 2026 നമ്മൾ കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുവാണ്. 2025 എന്താണ് ഞാൻ ചെയ്തത്, എന്താണ് എൻ്റെ 2025 ഔട്ട്കം. ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്ത് ചെയ്യുന്നില്ല, ഒന്നും കാണുന്നില്ല. പ്രധാനമായിട്ട് 3 കാര്യങ്ങളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവും, ഒരു ഹാപ്പിനെസ്. ഒന്നുകിലും നമുക്ക് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽ ആൻഡ് കാറ്റഗറി ഈ ഒരു മേഖലയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റണം. ഇനി അതൊന്നുമല്ലാന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് ഫിനാൻഷ്യലി എങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടണം. ഇതൊന്നുമില്ലാത്തൊരു വർഷമാണ്, ഇതൊന്നുമില്ലാത്തൊരു ദിവസമാണ് കടന്നു പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മെൻ്റലി ഡൗൺ ആയിരിക്കും. അതിന് ഞാൻ ആങ്സൈറ്റിയാണ്, എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് മറ്റെന്തെങ്കിലും മാനസിക രോഗമാണെന്നുള്ളത് നിങ്ങൾ സ്വയം ചിത്രീകരിക്കാതെ ഈ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാം. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു എന്നുള്ളത് കൊണ്ട് ഇനിയും നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് മാറി ചിന്തിച്ചുകൂടാ, എന്തുകൊണ്ട് ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്തുകൂടാ. ലൈഫ് ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത് എടുക്കേണ്ട ഒരു ഡിസിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ പഠിക്കണം. സമയത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കണം. അതായത് ഓരോ ദിവസത്തിലും നമുക്ക് 24 hours കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ മണിക്കൂറും എനിക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാൻ കഴിയും. ഇത് പ്രൊഡക്റ്റീവ് ആകാൻ പഠിച്ച ഒരു വ്യക്തിക്ക് ലൈഫിൽ ഡെഫിനറ്റ്ലി സക്സസ് ആവാൻ പറ്റും. അവൻ്റെ ഒരു വർഷം പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് അവൻ ഒരുപാട് പ്രൊഡക്ടിവിറ്റി കാണിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ എല്ലാ മേഖലയിലും അവൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡെവലപ്മെൻറ്റ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. പലപ്പോഴും ആളുകൾക്ക് ഒന്നിനും ആഗ്രഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല ആരും ഒന്നും ചെയ്യാത്തത്. ഈ പിന്നോട്ട് വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അതായത് നമ്മൾ എന്ത് ചെയ്യും, നാളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. ചിലപ്പോൾ നാളെ അങ്ങനെ ചെയ്തെന്നും വരാം, മറ്റന്നാൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു പാർട്ടാണ് ടൈം മാനേജ്മെൻറ്റിൽ. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരു സക്സസ് പാർട്ടിലേക്ക് വരുന്ന സമയത്തും കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സാധനം നമുക്ക് എപ്പോഴും വേണ്ടതാണ്. ഇതിനെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ഫാക്ടറുകളുണ്ട്. പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത്, ദിവസങ്ങളൊക്കെ എന്ത് പെട്ടെന്നാണ് പോകുന്നത്, രാവിലെ ആകുന്നു, ഉച്ചയാകുന്നു, വൈകുന്നേരം ആകുന്നു, ഇങ്ങനെ പറയാന്നുള്ളതെന്നല്ലോ. ഇതൊരു ഒഴിവ് മാത്രമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ടൈം കിട്ടുന്നുണ്ട്. ഈ ലോകത്ത് 500 രൂപ ഒരു ദിവസം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്കും 50,000 രൂപ ഒരു ദിവസം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്കും കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഈക്വലാണ്. പക്ഷേ ഇവർ ഈ സമയത്തെ വിനിയോഗിക്കുന്ന രീതിയിലാണ് ഡിഫറൻസ് വരുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് 24 hours ഒരു ദിവസം കിട്ടുന്നുണ്ട്. ഇതൊരു ഗിഫ്റ്റായിട്ട് നിങ്ങൾ കരുതുക. ഈ ഒരു 24 hours എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിക്കണം. അതിന് നിങ്ങളുടെ സ്വഭാവത്തിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ലേസി ആയിരിക്കും. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഈ ശീലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും. എന്നിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരുന്ന സമയത്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, പാസ്റ്റിലെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്തിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി പാസ്റ്റിൽ നമുക്ക് ഒരു തരത്തിലുള്ള ആക്സസും ഇല്ല, നമുക്ക് ഫ്യൂച്ചറിലും ഒരു തരത്തിലുള്ള ആക്സസും ഇല്ല. നമുക്ക് ആകെ ആക്സസ് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രസൻറ്റിൽ മാത്രമാണ്. അതായത് ഇന്ന് നിങ്ങൾ നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു നിമിഷമാണ് നിങ്ങൾക്ക് ആക്സസ് ഉള്ളത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊരു ആക്സസും ഇല്ല, നിങ്ങൾക്ക് പാസ്റ്റിലും ആക്സസ് ഇല്ല. അപ്പം നിങ്ങൾക്ക് പ്രസൻറ്റിൽ ആക്സസ് ഉണ്ട്. ഈ ആക്സസിനെ നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. ഫസ്റ്റ് തിങ്, 24 hours നമുക്കൊരു ദിവസം കിട്ടുന്ന സമയത്ത് ഇതിലൊരു 8 hours നമ്മുടെ സ്ലീപ്പിൻ്റെ ഒരു പാർട്ടായിട്ട് പോകുന്നുണ്ടാകും. നമുക്ക് ഉറക്കത്തിനും നമുക്കൊന്ന് ഫ്രഷ് ആവാൻ ഇത്തരത്തിലുള്ള സമയങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഒരു ഹെൽത്തി സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുന്നത് 6 to 8 hours ഇടയിലുള്ളൊരു സമയമാണ്. ഒരു 8 മണിക്കൂർ അങ്ങനെ പോയി. പിന്നെ നമുക്കുള്ളത് 16 hours ആണ്, 16 മണിക്കൂർ.
ഈ ഒരു 16 മണിക്കൂറിൽ നിങ്ങളുടെ നിലവിലത്തെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു സമയം നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. മിക്കവാറും പലരുടെയും ആ ഒരു പ്രൊഡക്റ്റീവ് സമയം എന്ന് പറയുന്നത് 2 to 3 ഹവേഴ്സിൻ്റെ ഇടയിലായിരിക്കും. കാരണം അത്രയും കുറഞ്ഞ സമയം നമ്മൾ എക്സാക്ട്ലി പ്രൊഡക്റ്റീവ് ആകുന്നുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമ്മൾ പലതരത്തിലുള്ള ചിന്തകളിലായിരിക്കും. മിക്ക ആളുകളും ചിലപ്പോൾ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്യുക, റീൽസ് കാണുക, അനാവശ്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഈവൻ സംസാരിക്കുന്നതിൽ പോലും വെറുതെയുള്ള സംസാരങ്ങളൊന്നും വലിയ ആവശ്യമുള്ളൊരു കാര്യമല്ല. ഓരോ സംസാരത്തിനും ഓരോ പേർപ്പസ് വേണം. ഇത്തരത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്താണ് നമുക്കിതിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നിങ്ങൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നിലവിലത്തെ സമയത്തിൽ വേസ്റ്റിംഗ് ടൈം എത്ര പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു കണക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു ദിവസം എന്താണ്. മിക്കവാറും ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഫോണിലൂടെ ആയിരിക്കും. അതായത് ഫോൺ നോക്കിക്കൊണ്ട്, ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം. അതേപോലെ തന്നെ ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും ഇതേ പ്രോസസ്സ് ആയിരിക്കും. ഫോണിൽ നോക്കുന്നു, ദെൻ കിടന്നുറങ്ങുന്നു. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇതൊരു ലൂപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു ലൂപ്പായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്താണ് എൻ്റെ അവസ്ഥ, ഓരോ ദിവസം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തൊരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൂപ്പിൽ നിന്നും പുറത്തു വരികയും നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രൊഡക്ടിവിറ്റിയെ വിലയിരുത്തുകയും ചെയ്യാം. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇത്തരത്തിലൊരു പ്ലാനിങ്ങിലേക്ക് വരണം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഈ പ്ലാൻ മേക്ക് ചെയ്യാം, ഇത് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ടു ഡു ലിസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയും. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഒരു ചെറിയൊരു നോട്ട് പാഡ് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, അതിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന് എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത്, ഇന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡറി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഇങ്ങനെ തീരെ ചെയ്യാൻ പാടില്ലാത്ത വേസ്റ്റിംഗ് ടൈം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളെയും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോ ദിവസവും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 16 മണിക്കൂറും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. ഈ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് ചില ഒരു വർക്കേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല പ്രൊഡക്റ്റീവ്. നമുക്ക് പേഴ്സണലി വേണ്ട കുറേ നീഡ്സ് ഉണ്ട്. മെയിൻലി നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അതേപോലെ തന്നെ നമ്മളുടെ കരിയർ ഡെവലപ്മെൻറ്റ്, ഫിനാൻസ്, ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എല്ലാ ദിവസവും വേണം. മിക്കപ്പോഴും കൗൺസിലിങ്ങിനും മെൻറ്റർഷിപ്പിനൊക്കെ ആയിട്ട് വരുന്ന പല ആളുകളും പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷിക്കാനൊരു കാരണം കിടക്കുന്നില്ല. ഒരു പ്രവാസിയാണെന്ന് ഇരിക്കട്ടെ, അവരെന്ത് ചെയ്യുന്നു, ഡ്യൂട്ടി ചെയ്യുന്നു, റൂമിലേക്ക് വരുന്നു, പിന്നെയും ഡ്യൂട്ടിക്ക് പോകുന്നു, റൂമിലേക്ക് വരുന്നു. ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഒന്നും തന്നെ ഇല്ല. ഇതൊരാളെ വല്ലാത്ത രീതിയിൽ ഡൗൺ ആക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ 2 രീതിയിലാണ് വരിക. ഒന്ന് നമുക്ക് സിറ്റുവേഷനിലായിട്ട്, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഫാമിലി പ്രോബ്ലംസോ പേഴ്സണൽ പ്രോബ്ലംസോ ലൈഫ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഹോർമോൺ ഇൻബാലൻസ്. നമുക്ക് ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് ഹോർമോണുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്രതലത്തിൽ ഒരുപാട് ഹോർമോൺസ് പ്രവർത്തിക്കുന്നുണ്ട്. മെയിൻലി ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ഇത്തരത്തിലുള്ള ഹോർമോണുകളൊക്കെ ഡെയിലി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇത്തരത്തിലുള്ള ഹോർമോൺസ് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലെയുള്ള ഹോർമോൺസ് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് നമുക്ക് എന്ത് ചെയ്യും, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലേക്ക് തള്ളിയിടുന്നതിന് കാരണമാക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ലൈഫിലുള്ളൊരു ഗോള് തന്നെയാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഫിസിക്കൽ ബോഡി വീക്ക് ആയാൽ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആകാനും നിങ്ങൾ മെൻ്റലി ഡൗൺ ആകാനും അത് കാരണമാകും. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് എന്ത് ചെയ്യുക, ജിമ്മ്, വർക്കൗട്ട് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നതോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ കണ്ടിന്യൂസ്
കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ, ഓരോ ദിവസവും പ്രൊഡക്റ്റീവ് ആക്കുന്ന സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഈ ഫിനാൻസിന് വേണ്ടി മാത്രം നിങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഞാൻ ഈ പറഞ്ഞ ഹെൽത്തും നിങ്ങളുടെ കരിയറും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യും, ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഫിനാൻസും കിട്ടാൻ തുടങ്ങും. നിങ്ങൾ പ്രൊഡക്റ്റീവ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഫിനാൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഒരു ദിവസത്തെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു മാസമോ ഒരു വർഷമോ നോക്കുന്ന സമയത്ത് അവന് വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അവനൊരു വർഷം പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവൻ നേടിയിട്ടുണ്ടാവും. ഒരു ഫിനാൻഷ്യലി ഉള്ളത് തന്നെ ആവണമെന്നില്ല, എന്നിരുന്നാൽ പോലും നമുക്ക് മെൻ്റലി ഭയങ്കരമായിട്ടുള്ളൊരു റിലീഫ് ഉണ്ടാവും. പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഇതിനൊക്കെ പിന്നോട്ട് വലിക്കുന്ന ആ ഒരു മടി ഉണ്ടല്ലോ, ഈ മടി എങ്ങനെയാണ് മാറ്റാമെന്ന് ചോദിക്കാറുണ്ട്. മടി മാറ്റാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുക എന്നുള്ളതാണ്. റിവാർഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മടി ഇല്ലാതാകും. അതായത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ പ്രൊഡക്റ്റീവാണ്, നിങ്ങൾക്ക് ഫിനാൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ്സ് എ റിവാർഡ്. ഈ ഒരു റിവാർഡ് കിട്ടുന്ന സമയത്താണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പണിയെടുക്കാൻ തോന്നുക. ജിമ്മിൽ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകാനുള്ള പ്രേരണ കിട്ടുക എങ്ങനെയാണ്, അവന് റിവാർഡ് കിട്ടുന്ന സമയത്താണ്. അവന് ഫിസിക്കലി ഒരു ചേഞ്ച് ഫീൽ ചെയ്യണം. ഇതേപോലെ അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് കാലം ഫോഴ്സ്ഫുള്ളി നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യേണ്ടി വരും. എന്നാലേ ഈ റിവാർഡും കിട്ടുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വർഷം ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അടുത്തൊരു വർഷവും നിങ്ങൾ ഇതുപോലെ കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു മെൻറ്റാലിറ്റി ചേഞ്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് ടോട്ടലി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളിൽ തന്നെ ഒരു വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ ഇത് സഹായകരമായിരിക്കും. ദെൻ ഫൈനലി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്വയം പ്രാപ്തരാവണം എന്നില്ല. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന ആളുകളാണെന്നില്ല. ഇത്തരം സിറ്റുവേഷൻസിലാണ് നിങ്ങൾക്കൊരു സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടാകുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ, ലൈഫ് കോച്ചിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് കുറേ കൂടെ ഇത്തരം കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാനും അത് ഫോളോ അപ്പ് ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തം ചെയ്യുന്ന കാര്യങ്ങളിൽ ലേസി ആവാറുണ്ട്. ആരോടും കണക്ക് പറയേണ്ട ആവശ്യമില്ല, ആരോടും സമാധാനം പറയേണ്ട ആവശ്യമില്ല എന്ന് വരുന്ന സമയത്ത് നമ്മൾ ലേസി ആവും. എന്തുകൊണ്ട് നമ്മളൊരു ജോലിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നു, ഈ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ജോലിയിൽ നിന്ന് നമുക്ക് സാലറി കിട്ടത്തില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെയല്ലേ നമ്മൾ എന്ത് ചെയ്യാറ്, ജോലിക്ക് പോകുന്നത്. എല്ലാ ദിവസവും നമുക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് എന്തൊക്കെ കാരണങ്ങളുണ്ടാവുക ജോലിക്ക് പോകാതിരിക്കാൻ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ജോലിക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ്, അതുപോലെ തന്നെ നമ്മളതിൽ സ്റ്റക്കാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകാൻ തയ്യാറാവും. ഇതേപോലെ തന്നെ ഈ ഒരു സാധനമാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഒരു പേഴ്സണൽ പുഷ് നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാവും. ഈ ഒരു പുഷ് നിങ്ങൾക്ക് ആർക്കാണോ തരാൻ പറ്റുക അത്തരം വ്യക്തികളെ സമീപിക്കുന്നത് ഒരു കുറവൊന്നുമല്ല. അതിന് നിങ്ങളൊരു കുറവ് വിചാരിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് മറ്റൊരാൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിലെന്ത് ചെയ്യുക, അത്തരം വേസ് നിങ്ങളുടെ അത്തരം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പിക്ക് ചെയ്യാൻ ശ്രമിക്കുക, നല്ലൊരു ഭാവി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഞാൻ ഉപകാരപ്രദമായിട്ടുള്ള പലതരത്തിലുള്ള വീഡിയോസും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത്തരം വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവർക്കും ഒരു ചേഞ്ചിന് ഇത് സഹായകരമായേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി നേരുന്നു. താങ്ക് യു.